എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ സജിനെ തന്നെ കാണിച്ചു തരാവേ. ഇതാണ് സജിനയുടെ പോസ്റ്റ് എന്ന് പറയുന്ന സാധനം. ചോദ്യം നമ്പർ 2, താങ്കളുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈല് താങ്കൾ തന്നെ പലപ്പോഴായിട്ട് ഈ മൊബൈൽ കൊണ്ട് നടന്നിട്ടുണ്ട്. ഇതാണ്ട് അതേ മൊബൈലല്ലേ താങ്കൾ ഈ കൈ വെച്ച് നടക്കുന്നേ? താങ്കളുടെ കൈ കിടക്കുന്ന ഈ മോതിരം, അതേ മോതിരം വലിയ ഈ ഇട്ട് വെച്ചിരിക്കുന്നത് താഴെ ഇത് കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പാട് കാണാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിൽ തന്നെ ആ പാട് കിടപ്പുണ്ട്. ഇത് നിങ്ങൾ തന്നെയല്ലേ? ഇത് തർക്കമൊന്നുമില്ലല്ലോ. അപ്പം താങ്കളുടെ കയ്യിൽ കിടപ്പുണ്ട് ആ ബട്ടർഫ്ലൈയുടെ ടാറ്റു. നിങ്ങളുടെ മോതിരം. ആരെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാലോ എനിക്ക് കല്യാണം കഴിഞ്ഞാലോ അത് ഞാൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ചോ? അല്ലാതെ ഒരു പോസ്റ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം സജിനെ വിളിച്ചു ചോദിക്കണം, ഹലോ സജിന, ഇപ്പം ഇട്ട പോസ്റ്റ് സജിന ഇട്ട പോസ്റ്റാണോ അതോ ഹാക്ക് ചെയ്ത് മറ്റാരെങ്കിലും ഇട്ട പോസ്റ്റാണോ അതോ ഷാലു ഇട്ട പോസ്റ്റാണോ എന്ന് നമ്മൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നും സജിന വേഴ്സസ് റസൂൽ പൂക്കുറ്റി കേസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ റസൂൽ പൂക്കുറ്റി ഇപ്പോൾ അടിമോനെ പൂക്കുറ്റി ആ ഒരു സെറ്റപ്പിൽ ഇരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സജിന ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഇന്നലെ അല്ല, ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പോസ്റ്റാണ് ഇട്ടത്. അപ്പോൾ ഈ പോസ്റ്റിനകത്ത് പുള്ളിക്കാരി 9 ആഴ്ച ഗർഭിണിയാണ്. ആ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം റസൂൽ പൂക്കുറ്റിക്കാണെന്ന് മനസ്സിലാക്കുന്നത് പോലൊരു പോസ്റ്റാണ് ഇട്ടത്. ഇപ്പോൾ പുള്ളിക്കാരി എൻ്റെ ഒരു ന്യായീകരണ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഏത് ന്യായീകരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഗബ്രം ഇങ്ങനല്ല, ഇത് ഞാനല്ല, ഇത് അവനോ ഹാക്ക് ചെയ്തിട്ടതാണെന്നൊക്കെ ഉള്ളത്. ഈ സാധനത്തിനാണ് നമ്മൾ പൊളിക്കാൻ പോകുന്നത്. ഇപ്പോഴും സജിന് ഇട്ടതല്ല എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ എന്നിട്ടും അത്രയും പറഞ്ഞിട്ടും സജിന് അല്ല എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് ആരാന്ന് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഈ പോസ്റ്റിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 9 ആഴ്ച ഗർഭിണിയാണെന്നുള്ള ഒരു കൊച്ചിൻ്റെ ഒരു സാമാനം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു പുള്ളിക്കാരുടെ ഒരു ഐഫോണിലാണെന്ന് തോന്നുന്നു, iPhone 15 ആണെന്ന് തോന്നുന്നു. അതിൽ ഫോട്ടോ എടുത്തേക്കുന്നു. അയാളുടെ കയ്യിൽ കുറച്ച് മോതിരങ്ങളും വളകളും ഒക്കെ നമുക്ക് കാണാം. റസൂൽ പൂക്കുറ്റി അടിച്ച് പിമ്പിരിയായി പൂക്കുറ്റിയായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ സജിന കെട്ടിപ്പിടിച്ച് മുഖം ഇങ്ങനെ ഇത് ആണോ അറിയത്തില്ല, ഇവിടെ മുട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു പോസ്റ്റാണ് വന്നത്. ഈ പോസ്റ്റ് വന്ന് പെട്ടെന്ന് ഡിലീറ്റ് ആവുകയും ചെയ്ത്. ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ രാവിലെയാണ്. ഇന്നലെ രാവിലെ ഈ പോസ്റ്റ് ആ ചാനലില്ല. അപ്പോൾ ഇട്ട ആൾ അത് ഡിലീറ്റും ചെയ്തിട്ടുണ്ട്. ഞാൻ രാത്രി തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സജിനയുടെ എക്സ്പ്ലനേഷൻ കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. ഹലോ, എൻ്റെ കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. സ്വാഭാവികം, അക്കൗണ്ട് ഹാക്കായിപ്പോയി, അല്ലെങ്കിൽ AI ആണ്, ഇതിലേതെങ്കിലും ആയിരിക്കും പറയുന്നത് നമുക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അക്കൗണ്ട് ഹാക്കായിപ്പോയി എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഇത് പുള്ളിക്കാരിക്ക് കിട്ടിയത് കുറച്ച് നേരം മുമ്പാണെന്ന് പറഞ്ഞു. ഈ വീഡിയോ പുള്ളിക്കാരി അപ്ലോഡ് ചെയ്യുന്നത് രാത്രി ഒരു 10:30-ക്കാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. 10:30 എന്ന് പറയുമ്പോൾ പുള്ളിക്കാരിക്ക് കിട്ടിയത് ഒരു 9 മണി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 9 മണിക്കാണ് പുള്ളിക്കാരി അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതും അത് എഡിറ്റ് ചെയ്യണം. ഇതിനകത്ത് എഡിറ്റിംഗ് ഒന്നും ഇല്ല, എന്നാലും ഫോൺ അടയ്ക്കുന്ന ഓഫായി പോകുന്നത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു സമയമുണ്ട്. അപ്പോൾ ഇപ്പോൾ പോട്ടെ, നമുക്ക് പുള്ളിക്കാരിക്ക് ഒരു 8:30-ക്ക് ഈ അക്കൗണ്ട് കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കുന്നു. രാവിലെ ആ പോസ്റ്റ് ഡിലീറ്റ് ആയി. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. രാവിലെ ആ പോസ്റ്റ് ഇല്ല. ഞാൻ വീഡിയോ എടുക്കാൻ നേരം ആ പോസ്റ്റ് ഇല്ല. അതിനുശേഷം പുള്ളിക്കാരിക്ക് 8:30 ആകുമ്പോൾ ഈ സാധനം കിട്ടുന്നു. പുള്ളിക്കാരിയുടെ ന്യായീകരണം പറയുന്നു. അപ്പോൾ ഹാക്കായി പോയതാണേ. ബാക്കി പറ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് അതിൻ്റെ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് ഉണ്ടോ? ഓപ്പൺ ആക്കാൻ പറ്റാത്തപ്പോൾ യു ആർ അണേബിൾ ടു ഓപ്പൺ എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും ഒന്ന് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? അത് പബ്ലിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ പബ്ലിഷ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിത് വിശ്വസിക്കാൻ പറ്റുമല്ലോ നോക്കാം. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്, പിന്നെ കൺഗ്രാജുലേഷൻ അന്നേരം കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് എനിക്ക് ലിങ്ക് ഇട്ട് തന്നപ്പോഴാണ് ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ലിങ്കുകളും എല്ലാം ഇത് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതും. ഞാൻ ഷാലുവിനെ വിളിച്ച് പാനിക്കായിട്ട് എൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാലുവാണ്. ഓക്കെ, ഷാലുവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഡീല് സംഭവം ചോദിച്ചു. ഈ ഷാലു എന്ന് പറഞ്ഞാൽ ഇവരാണ് ഷാലു. ഇവരെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇവർ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നതാണ്. ഇവരൊരു ഇൻസ്റ്റഗ്രാം പോയി കറണ്ട് പോയതാ.
ഇവരൊരു ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റിയാണ്. അപ്പോൾ ഇവർ ത്രൂ ആണ് ഈ സാധനം, ഇവരാണ് ഈ സജനയുടെ പേജ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ പേജുമായിട്ട് കൊളാബ് അടിച്ചിട്ടാണ് സജനയുടെ ഇപ്പോഴത്തെ ഈ പോസ്റ്റ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പോസ്റ്റ് വന്നിട്ടുള്ളത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾക്കിത് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ ഷാലുവിൻ്റെ പേജിൽ നിന്ന് ഒരു സ്റ്റോറി ഇടായിരുന്നല്ലോ, സജിന നൂർ, മറ്റേ പുള്ളിയുടെ പേരിന് വെക്കണ്ടല്ലോ, ഇല്ലാത്ത ട്രോഫി എന്ന് നമ്മളെ പുള്ളിയുടെ പിറകിലോട്ട് വെച്ച് കൊടുക്കുന്നത്. സജിന നൂറിൻ്റെ അക്കൗണ്ട് അടിച്ചു പോയിരിക്കുന്നു ഗൈസ്, അതിൽ വരുന്ന സാധനങ്ങളൊക്കെ ഉടായ്പാണ്, ഹാക്ക്, അങ്ങനെ ഒരു പോസ്റ്റ് ഇടാഞ്ഞത് എന്താ? ഈ ഷാലുവിന് അത്യാവശ്യം റീച്ച് ഉണ്ട്, നിങ്ങളുടെ ചാനൽ എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഇങ്ങനൊരു തോന്നിവാസ പോസ്റ്റ് അതിനകത്ത് വന്ന് ശരി ആ ഹാക്ക് ആയതിൻ്റെ പ്രൂഫും കാര്യങ്ങളും ഒന്നും ഇല്ല, അപ്പം അങ്ങനെ ഒരു പോസ്റ്റ് ഇടായിരുന്നല്ലോ. ഓക്കെ, അത് ടെൻഷനിൽ മറന്നു പോയതായിരിക്കും, കുഴപ്പമില്ല, പറ. ഞാൻ വിളിച്ചിട്ട് ഷാലു പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനമാണ് ഷാലു, എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം, എനിക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, നീ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അവളും നോക്കിയിട്ട് അവൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഫോണല്ല, ഇൻസ്റ്റാഗ്രാമാണ് ഹാക്ക് ചെയ്തത്, ഫോണല്ല. ഫോണിൽ ഇവർ നോക്കുന്നുണ്ട്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമാണ് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ. ഏത് മനസ്സിലായല്ലോ? അങ്ങനെ അവൾ എന്തൊക്കെയോ ചെയ്ത് റിക്കവർ ചെയ്ത് എടുത്തതാണിത്. എടുത്തിട്ട് ഇപ്പം കാരണം അതിനകത്ത് വന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ട അതിനകത്ത് വന്ന പോസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് താങ്കൾ ഈ സാധനം താങ്കൾക്ക് കിട്ടിയത്? എപ്പോഴാണ്? അപ്പോൾ രാവിലെ താങ്കൾക്ക് ഇത് തിരിച്ചു കിട്ടി. രാവിലെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഈ പോസ്റ്റ് ഇല്ല. എന്നിട്ട് ഈ വൈകുന്നേരം വരെ താങ്കൾ എന്തൊരു മാങ്ങ പറിക്കായിരുന്നു ഇത് നാട്ടുകാരെ അറിയിക്കാതെ. ഒരു താളത്തിലൊക്കെ വിടടേ. നിങ്ങൾക്ക് രാവിലെ കിട്ടിയെങ്കിൽ നിങ്ങൾ രാവിലെ എന്നിട്ട് ഇവർ ഈ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നത് എന്താ, ഇൻസ്റ്റാഗ്രാം എനിക്ക് ഇപ്പോഴാണ് കിട്ടിയതെന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം തുടങ്ങിയത്. പാളി പോയി, ഫുള്ള് കയ്യിൽ നിന്ന് പോയി. ബാക്കി പറ, കേട്ടെ. കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവര് തന്നെ ഡിലീറ്റ് ചെയ്തെന്നും പറയുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ദയവേത് എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. ഞാനിത് കേസ് വഴി തന്നെ മൂവ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇത്രയും വൃത്തിയായിട്ട് രീതിയിലുള്ള എന്നെ കുറേ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ കുറേ അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്നെയും അദ്ദേഹത്തെയൊക്കെ വെച്ചിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലും അല്ല ഞാൻ. അത് ശരിയാ, മൊത്തം കയ്യിൽ നിന്ന് പാളിയിരിക്കുമ്പോൾ വീഡിയോ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ മ്ലേച്ഛകരമായ പരിപാടി ചെയ്തവനെതിരെ ശക്തമായി തിരിഞ്ഞടിച്ച് കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. കേസ് കൊടുത്തായിരുന്നോ? നിങ്ങളുടെ അക്കൗണ്ട് എപ്പോഴാണ് ഹാക്കായേ? ഇവരുടെ അക്കൗണ്ട് മിനിഞ്ഞാന്ന് ഹാക്ക് ആവുന്നു. ഇവരുടെ കഥ പ്രകാരം മിനിഞ്ഞാന്ന് ഹാക്ക് ആവുന്നു. ഇന്നലെ വരെ ഇവർ അതികഠിനമായി ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിച്ച് അവർ ഇത് തിരിച്ചെടുക്കുന്നു. അപ്പോൾ ഈ ഹാക്കായ അക്കൗണ്ടിനകത്ത് ഇവരുടെ ഇതിടുന്നു, ഏതാ മറ്റേ പൂക്കുട്ടിയുമായിട്ട് ഗബ്രോ എന്നും പറഞ്ഞുകൊണ്ടുള്ള സാധനം ഇടുന്നു. അന്നേരം ഒന്ന് നിങ്ങൾ കേസ് ഫയൽ ചെയ്തില്ലേ? സൈബർ സെല്ലിലോട്ടൊരു ടക്ക എന്നൊരു മെയിൽ അയച്ചാൽ മതിയല്ലോ, അല്ലെ 1930 അതിനകത്ത് അങ്ങോട്ടൊരു മെയിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നമ്മൾ ഇനി കേസ് കൊടുക്കും. ശരി, കേസ് കൊടുത്തിട്ട് അതിൻ്റെ റെസിപ്റ്റും കൂടെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഉപകാരമായേനെ കേട്ടോ. കാരണം അങ്ങനെയാണല്ലോ. മാനസികാവസ്ഥ ഞാൻ അങ്ങേയറ്റം തളർന്നിരിക്കുക. ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഓരോ ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. എന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ആര് ഇതാ ഞങ്ങൾക്കും പറയാനുള്ളത്. ഞങ്ങളായിട്ട് എന്തിനാ ഈ കൊല്ലാക്കൊല ചെയ്യുന്നേ? ഇത് ആരായിരിക്കും ഇത് ചെയ്തത്? സജിനയുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഇത് ചെയ്തത്? സജിന പറയുന്നത് നമുക്ക് കേൾക്കാം. ഞാൻ അങ്ങേയറ്റം തളർന്നിരിക്കുക. ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഓരോ ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. എന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ആര് കൊല്ലാക്കൊല ചെയ്താലും ഞാൻ ജീവിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. ചുമ്മാ അതാണ് ചങ്കൂറ്റം. ഇതൊക്കെ എങ്ങനെ പറയണമെന്നറിയോ? ഒരു കണ്ണാടി എടുത്തിങ്ങനെ വെച്ചിട്ട്, മിറർ എടുത്തിങ്ങനെ വെച്ചിട്ട് അതിൽ നോക്കി പറയണം. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ സജിനെ തന്നെ കാണിച്ചു തരാവേ. ഇതാണ് സജിനയുടെ പോസ്റ്റ് എന്ന് പറയുന്ന സാധനം. ഈ പോസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് റസൂൽ പൂച്ചക്കുട്ടിയായിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട്. പുള്ളിക്കാരനും താങ്കളും തമ്മിലുള്ള ഈ ഫോട്ടോ ഈ ഹാക്ക് ചെയ്ത തെണ്ടിക്ക് എവിടെ നിന്ന് കിട്ടും? ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2, താങ്കളുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈല് താങ്കൾ തന്നെ പലപ്പോഴായിട്ട് ഈ മൊബൈൽ കൊണ്ട് നടന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടേ, പ്ലേ ആവട്ടെ. ഇതാണ്ടേ, താങ്കൾ ഏതോ പരിപാടിക്ക് പോയപ്പോൾ ഉള്ള സാധനമാണ്. ഇതാണ്ട് അതേ മൊബൈലല്ലേ താങ്കൾ ഈ കൈ വെച്ച് നടക്കുന്നേ? അതേ മൊബൈൽ തന്നെ ഇല്ലയോ? അപ്പോൾ അത് താങ്കളുടെ മൊബൈൽ തന്നെ, താങ്കൾ എടുത്ത സെൽഫിയാണ് നമ്മൾ ആ കാണുന്ന സെൽഫി. ഇനി ഇതൊന്നും പോകണ്ട. ഇതിനകത്ത് നോക്കുമ്പോൾ താങ്കളുടെ കൈ കിടക്കുന്ന മോതിരം, ഈ മോതിരം വേറെ വീഡിയോ ഒന്നും പോകണ്ട. നിങ്ങൾ ഇപ്പോൾ ഇട്ട് എക്സ്പ്ലനേഷൻ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതേ മോതിരം വലിയ ഈ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനി പറ, ഇത് അല്ല. ഞാൻ ഈ ഡ്രസ്സും കുറേ നോക്കി, പക്ഷെ അതെനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത് പോട്ടെ. അപ്പം ഇത് താങ്കളുടെ ഫോണിൽ നിന്ന് തന്നെ പോയൊരു സാധനമാണ് ഈ സാധനം എന്ന് പറയുന്നത്. ഇതിനകത്ത് കൂടുതൽ തർക്കമൊന്നുമില്ല, ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇത്. അത് തന്നെ സംഭവം. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാവേ. ഈ സജിനയുടെ നമ്മൾ ഈ ഒരു പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ
ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പാട് കാണാൻ സാധിക്കും. ഈ പാട് ഇത് ഇനിയിപ്പോൾ അടുത്ത പറയാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ChatGPT ഉണ്ടാക്കി കൊടുത്തു അല്ലെങ്കിൽ ജെമിനി ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ താങ്കളുടെ കയ്യിൽ ഈ ഒരു പാടുണ്ട്. ഈ പാട് എന്താണെന്ന് ഞാൻ വളരെ വ്യക്തമായി ഗഗനമായി പരിശോധിച്ച് നോക്കിയപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്താണ്ടേ, താങ്കളുടെ കയ്യിൽ തന്നെ ആ പാട് കിടപ്പുണ്ട്. ഇത് 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 നിങ്ങൾ തന്നെയല്ലേ? ഇത് തർക്കമൊന്നുമില്ലല്ലോ. ഇത് അപ്പോൾ താങ്കളുടെ കയ്യിൽ ഇതാ കിടപ്പുണ്ട് ആ ബട്ടർഫ്ലൈയുടെ ടാറ്റു. ഇതാ നിങ്ങളുടെ മോതിരം. ഇത് നിങ്ങൾ തന്നെ, ഇതിനകത്ത് ഒരു തർക്കമില്ല. ഇതിനകത്ത് ഇനി ഒരു ന്യായീകരണം അടിച്ചിട്ട് കാര്യമില്ല. സംഭവം തീർന്ന്, കൈവിട്ടു പോയി, കഴിഞ്ഞ്. ബാക്കി പറക്കേട്ടെ. ഉമ്മ എന്നെ ഇതാരും ആയിക്കോട്ടെ, ഞാൻ ആരാണെന്ന് ഇപ്പം മെൻഷൻ ചെയ്യുന്നില്ല. അതെങ്ങനെയാ ഞാൻ ആ പ്രശ്നക്കാരി, ഞാൻ തന്നെ ഇട്ട സാധനം എങ്ങനെ പറയും? ഇത് ഒരു കാര്യം ചെയ്യണത്, ഇത് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സീരിയലും കണ്ടല്ലേ? ഞാൻ സീരിയൽ കാണാറില്ല, പക്ഷെ കൊള്ളാം. നിങ്ങൾക്ക് അഭിനയിക്കാനുള്ളൊരു സ്കില്ലുണ്ട്. വിഷമമൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, കൊള്ളാം. സ്റ്റേഷനിൽ പോയിട്ട് ഈ സർവീസ് സെല്ലിൽ പോയിട്ട് ഇതിന്റെ കാര്യങ്ങൾ എടുത്ത് ഇതാരായാലും ഇത് എന്തായാലും ഞാൻ പൊക്കിയെടുത്ത് വരും. ഇതാരാണ് എന്തായാലും പൊക്കിയെടുത്തോണ്ട് വരും, എന്തായാലും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഫയൽ ചെയ്ത റെസിപ്റ്റ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഉപകാരമായേനെ. നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ സജിനയ്ക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്ന 2 ന്യായീകരണങ്ങളേ ഉള്ളൂ. ഒന്ന്, അത് ഞാൻ പേഴ്സണലായിട്ട് എടുത്ത സെൽഫി ഞാൻ ആർക്കും അയച്ചു കൊടുത്തു, ഞാൻ ആ ഫോട്ടോ ആർക്കും അയച്ചു കൊടുത്തു, അവരാണത് ഹാക്ക് ചെയ്തെടുത്തിട്ടത്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു സാധനം, ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് പക്കയായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സാധനം. ഇതാണ് 2 പറയാൻ ന്യായീകരണങ്ങളുള്ളത്. ഇനി സജിനയ്ക്കിട്ട് ഇങ്ങനെ പണി തരണമെങ്കിൽ പോസിബിലിറ്റി നമ്പർ 1 റസൂൽ പൂക്കുട്ടി. അയാൾ തരൂല, അയാൾ ഉറപ്പായിട്ട് തരൂല. അയാളുടെ പേര് പോകുന്ന പരിപാടിയല്ലയോ, അപ്പോൾ അയാൾ തരൂല. 2 ഫിറോസ്. അയാൾക്ക് ഈ ഫോട്ടോ എങ്ങനെ കിട്ടും? നിങ്ങൾ ഈ ഫോട്ടോ കൊടുത്തിട്ടുണ്ടോ വാട്സപ്പിൽ? നിങ്ങളിത് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളിതിൽ ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? കൊള്ളാടെ, ഞാൻ ബാക്കി പറ കേൾക്കട്ടെ. അങ്ങനെ ചെയ്തത് എൻ്റെ ഹാക്ക് ചെയ്തത് ആരൊക്കെയാണ്? ഇപ്പം എനിക്ക് എൻ്റെ സംശയങ്ങൾ ഞാൻ ആരൊക്കെയാണെന്ന് പറയുന്നില്ല. എനിക്ക് പല ആൾക്കാരെ സംശയമുണ്ട്. എൻ്റെ തനിക്ക് തന്നെയല്ലേ സംശയം? പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് സാർ എനിക്ക് എന്നെ ഭയങ്കര സംശയമുണ്ട് സാർ, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ തന്നെ ഹാക്ക് ചെയ്ത് ഞാൻ തന്നെ ഒരു പോസ്റ്റ് ഇട്ടു സാർ, അത് നാട്ടുകാർ തിരിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ പറഞ്ഞു സാർ അത് ഹാക്ക് ചെയ്തു. അങ്ങനെയാണോ സംഭവം? എന്താ കൊള്ളാം. എന്തായാലും തന്നെ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആയിരുന്ന പല അക്കൗണ്ടുകളും ഉണ്ട്. പക്ഷെ ഇതാര് ചെയ്താലും ഞാൻ തിരിച്ച് ഉറപ്പായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. അത് ഞാൻ ഫോൺ ഓഫ് ആയിപ്പോയി. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അഥവാ എൻ്റെ ലൈഫിൽ ആരെങ്കിലും വന്നാലോ, ആരെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാലോ, എനിക്ക് കല്യാണം കഴിഞ്ഞാലോ, അത് ഞാൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തരാം. അത് മതി, നമുക്കത് മതി. ഇനിയിപ്പോൾ ആ ഗബ്രും ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയേണ്ട ഒരു സാമാന്യ പ്രതിബദ്ധതയുണ്ടല്ലോ. ഇന്നലെ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെന്ത് ചെയ്താൽ നിനക്കെന്തടാ, അവരുടെ ജീവിതം വല്ല ആയിക്കോട്ടെ. അവരൊരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ റസൂൽ പൂക്കുട്ടിയെ പോലെ ഒരാളെക്കുറിച്ചൊരു വിവാദം വരുമ്പോഴത്തേനും സംസാരിക്കും. അങ്ങനെ നമ്മൾ മറ്റൊരാളുടെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന പക്ഷത്തിൽ ആ സാധനം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ചാമ്പാതിരുന്നാൽ മതി. അവരവരുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ തുറന്ന് കയറി നോക്കി പറയുന്നൊന്നുമില്ല. ഞാൻ ബാക്കിയുള്ളവരുടെ എനിക്കറിയത്തില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. ഞാൻ ആരുടെയും പേഴ്സണൽ ലൈഫിൽ തുറന്ന് കയറി അവർ പ്രൈവസി ആയിട്ട് വെച്ചിരിക്കുന്ന പണ്ടാരം ഞാനെടുത്ത് പുറത്തിടുന്നില്ല. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. നമുക്ക് ബാക്കി കേൾക്കാം. ഇപ്പം നിങ്ങൾക്ക് വിശ്വസിച്ചോ? അല്ലാതെ ഞാനിത് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാനായിട്ട് അല്ല ഒന്നുകൂടെ പറയാമോ? അതിനകത്തൊരു പോയിന്റ് പറയാനുണ്ടായിരുന്നു കേട്ടോ. ഉറപ്പായിട്ടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. അത് ഞാൻ ഫോൺ ഓഫ് ആയിപ്പോയി. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അഥവാ എൻ്റെ ലൈഫിൽ ആരെങ്കിലും വന്നാലോ, ആരെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാലോ, എനിക്ക് കല്യാണം കഴിഞ്ഞാലോ, അത് ഞാൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ചോ? അല്ലാതെ ഇങ്ങനെ ഒരു ഹാക്ക് ചെയ്തിട്ടാലൊന്നും നിങ്ങൾ വിശ്വസിക്കില്ല. സജിന നൂർ എന്ന് പറയുന്ന താങ്കളുടെ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം സജിനെ വിളിച്ച് ചോദിക്കണം, ഹലോ സജിന, ഇപ്പോൾ ഇട്ട പോസ്റ്റ് സജിന ഇട്ട പോസ്റ്റാണോ അതോ ഹാക്ക് ചെയ്ത് മറ്റാരെങ്കിലും ഇട്ട പോസ്റ്റാണോ അതോ ഷാലു ഇട്ട പോസ്റ്റാണോ എന്ന് നമ്മൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരു സാധനം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്നല്ലേ നമ്മൾ വിചാരിക്കത്തുള്ളൂ. ഇതിപ്പോൾ കംപ്ലീറ്റ് മെഴുകലാണ് സജിന. ഇതിനകത്ത് യാതൊരു സാധനവും ഇല്ല. ഇത് പോയി കയ്യിൽ നിന്ന് പോയി. ഈ സാധനം വിശ്വസിക്കും. എങ്ങനെയാണെന്നറിയോ? ഈ സോഷ്യൽ മീഡിയ ഒന്നും അധികം ഉപയോഗിക്കാത്ത സാധാരണക്കാരായിട്ടുള്ള ചില ആൾക്കാർ വിശ്വസിക്കുമായിരിക്കും. പക്ഷേ ഇച്ചിരി ഇരുന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അത് വിശ്വസിക്കത്തില്ല. ഇല്ലെങ്കിൽ ഇതിന് ഒരു പ്രാധാന്യം ഇല്ലാത്ത ആൾക്കാർ നിങ്ങൾ ഈ പറയുന്ന പോലെ അയച്ചോടാ ഹാക്കപ്പ് ചെയ്ത പാവം തക്കുട് പാവം എന്ന് പറഞ്ഞാൽ അങ്ങ് പോകുമായിരിക്കും. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ അത് പോസിബിൾ അല്ല എന്നുള്ളത്. ഇനിയും നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന ആ ഫോട്ടോയിൽ ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സ് ഉണ്ടല്ലോ, പൂക്കളുള്ള ഡ്രസ്സ്, ആ ഡ്രസ്സുള്ള നിങ്ങളുടെ സുഹൃത്താരാന്ന് ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ എടുത്ത് നിങ്ങളുടെ മോതിരം എടുത്ത് കയ്യിലിട്ട് സെൽഫി എടുക്കാൻ സ്വാതന്ത്ര്യമുള്ള നിങ്ങളുടെ സുഹൃത്താരാന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഈ
പൂക്കുറ്റിയുടെ കൂടെയുള്ള ഫോട്ടോ വേറെ ഇറങ്ങലില്ലല്ലോ, ഇത് സോഷ്യൽ മീഡിയയിലൊന്നും കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ആ ഫോട്ടോ നിങ്ങൾ ആർക്കാ അയച്ചു കൊടുത്തേ? ലവനാണ് ആള്. ഈ ഹാക്ക് ഇത് മറ്റേ ലവൻ വന്നിട്ട് ഒരു AI ഫാബ്രിക്കേറ്റഡ് വീഡിയോസിനും എന്നെ തകർക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഉടായ്പ് സെറ്റപ്പായി കേട്ടോ. ഇത് ഒത്തില്ല, വേറെ നല്ല കഥ കേട്ടോ. ഞാനിത് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാനായിട്ട് വായായിട്ട് വന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ വിശ്വസിക്കുക. ദേവി ഇത് എന്നെ ഉപദ്രവിച്ച് ഉപകാരം ചെയ്തിലും ഉപദ്രവിക്കരുത്. പിന്നെ ഇത് ചെയ്ത ആരാ? ഇതൊക്കെ ഇന്നലെ ഈ പോസ്റ്റ് വന്നപ്പോഴേ ഈ പോസ്റ്റിനകത്തുണ്ടായിരുന്ന അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്ന ആൾ വിളിച്ച് പറഞ്ഞു ഞാൻ തോന്നുന്നു, ദേവി എന്നെ ഉപദ്രവിക്കരുത്, ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിച്ച് തോലക്കല്ലെന്ന് പറഞ്ഞു ഞാൻ തോന്നുന്നറിയില്ല. അത് ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവരാരാണെന്നുള്ളത് അതിന് തക്കതായ ശിക്ഷ ഞാൻ മേടിച്ചു കൊടുത്തിരിക്കും. ഇനി എപ്പോഴാ ജയിലിൽ പോകുന്ന? എന്നെ ദ്രോഹിച്ച് കൊല്ലാൻ ഞാൻ അങ്ങനെ ജീവിച്ച് നിൽക്കത്തില്ല. അതാരായാലും അവർക്കൂടുള്ളൊരു വാണിംഗ് ആയത്. ഇനി അടുത്ത് ഈ ഫോൺ ഹാക്ക് ചെയ്ത് എൻ്റെ ഈ അക്കൗണ്ട് പോയാലും കുഴപ്പമില്ല. ഓ, അതാണ് ഇനി അടുത്ത കഥ. എൻ്റെ ഫോൺ മൊത്തത്തിൽ ഹാക്കായി പോയി, എൻ്റെ ഫുള്ള് പോയി, അക്കൗണ്ട് സഹിതം പോയി, എൻ്റെ ഫോണും പോയി. അതായിരിക്കും ഇനി അടുത്ത കഥ. അതിന് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് പാർട്ടിലേക്കുള്ള ലീഡ് ഇട്ട് തന്നിട്ടുണ്ട്. എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എന്നാലും നിയമവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ ഇവിടെ. അന്നേരം അതിൻ്റെ രീതിയിൽ ഞാൻ നീങ്ങിക്കോളാം. ഓ, നിയമത്തിൻ്റെ രീതി നീങ്ങിക്കോളാം. ഇതുവരെ നിയമത്തിൻ്റെ രീതി നീങ്ങിയിട്ടില്ല. കേസ് പോലും നമ്മളപ്പോൾ ഇതുവരെ ഫയൽ ചെയ്തിട്ടില്ല എന്നാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൊള്ളാടെ, നൈസ് സാധനം തന്നെ. അപ്പോൾ ഇനി മറ്റൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഈ സജ്ന എന്ന് പറയുന്ന വ്യക്തി വിവാഹിതയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഡിവോഴ്സ് ആയോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഡിവോഴ്സ് ആയില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ അറിയുന്നത്. ഈ പറയുന്ന റസൂൽ പൂക്കുറ്റി എന്ന് പറയുന്ന പുള്ളിക്കാരൻ വിവാഹിതനാണ്. അയാൾക്ക് 2 പിള്ളേരുണ്ട്. അയാളുടെ ഭാര്യ ഇച്ചിരി ആരോഗ്യ പ്രശ്നങ്ങളാൽ വയ്യാതെ കിടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോ ഇട്ട സമയത്ത് എന്നോട് ഫസ്റ്റ് ഞാനിത് ആദ്യത്തെ ഇട്ട സമയത്ത് കുറേ കമൻറ്റുകൾ എനിക്ക് വന്നിരുന്നു. അവരവരുടെ ജീവിതത്തിനനുസരിച്ച് ജീവിച്ചോട്ടെ, അവരുടെ കാര്യത്തിലോട്ട് നീ എന്തിനാ തുറന്ന് കയറുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെയൊക്കെ ഒപ്പീനിയനോട് ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കേൾക്കാനും ഞാൻ ബാധ്യസ്ഥനാണ്. അതെല്ലാം ഞാൻ കേൾക്കുന്നു. അതിന് എൻ്റെ ഒരു വാദം എന്ന് പറഞ്ഞാൽ ഇത് പക്ക വിഹിതമാണ്. ഇയാൾ കല്യാണം കഴിച്ച് ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഈ സജന കല്യാണം കഴിഞ്ഞു, ഡിവോഴ്സ് ആയിട്ടില്ല, കുഞ്ഞുങ്ങളുണ്ട്. ഇതിനെയൊക്കെ നോർമലൈസ് ചെയ്യണോ നിങ്ങൾ? ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതൊന്നുമില്ല, അവരവരുടെ ജീവിതത്തിന് എന്തെങ്കിലും തോന്നിയ കാണിച്ചോട്ടെ. നാളെ അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മറ്റൊരാളുമായിട്ട് ഇങ്ങനെ ഡിങ്കോൾഫ് ചെയ്യുമ്പോൾ പ്രതികരിക്കാൻ നിൽക്കില്ല കേട്ടോ. അവരവരുടെ ജീവിതമായിട്ട് പൊക്കോട്ടെ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി അവിടെ നോട്ടിട്ടാണ്.